പാലക്കാട് നല്ലേപ്പള്ളിയിൽ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം VHP പ്രവർത്തകർ അലങ്കോലപ്പെടുത്തിയതിലും തത്തമംഗലത്ത് സ്കൂളിലെ പുൽക്കൂട് തകർത്തതിലും പ്രതിഷേധം ശക്തമാണ്. പുൽക്കൂട് തകർത്തത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് സിറോ മലബാർ സഭയുടെ പ്രതികരണം. ക്രൈസ്തവ വിഭാഗങ്ങളെ ചേർത്തു നിർത്താൻ ശ്രമം നടത്തുന്നതിനിടെയുള്ള ക്രിസ്മസ് അലങ്കോലമാക്കൽ BJPയെയും വെട്ടിലാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ക്രിസ്മസ് കാലത്ത് സഭാ ആസ്ഥാനങ്ങളിലും ക്രൈസ്തവ വീടുകളിലും സ്നേഹ സന്ദേശവുമായി BJP നേതാക്കൾ സന്ദർശനം നടത്തുന്നതിനിടയിലാണ് പാലക്കാട്ടെ അക്രമ സംഭവങ്ങൾ. അക്രമത്തിലെ VHP പങ്ക് ചൂണ്ടിക്കാട്ടി CPM-ഉം കോൺഗ്രസും പരസ്യ പ്രതിഷേധവുമായി എത്തിയതോടെ BJP പ്രതിരോധത്തിലാണ്. ഡൽഹിയിലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്കൊപ്പം പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്ത ദിവസം അക്രമങ്ങളെ അപലപിച്ച് ആരോപണങ്ങളെ പ്രതിരോധിക്കാനായിരുന്നു BJP നേതാക്കളുടെ ശ്രമം. ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്തിയതിനെ VHP ന്യായീകരിച്ചതും നേതൃത്വത്തെ വെട്ടിലാക്കി. പുൽക്കൂട് തകർക്കൽ ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ശക്തമായ നടപടി വേണമെന്നും ക്രൈസ്തവ സഭകൾ. നമ്മുടെ നാട്ടിൽ അങ്ങനെ നടക്കാൻ പാടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ജനാധിപത്യം മൂല്യം ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെന്റിനും അങ്ങനെ ചെയ്യാനായിട്ടോ അതിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കില്ല. നടപടികൾ എടുക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനെതിരായി നടക്കുന്ന ഒരു കാര്യവും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടുള്ളതല്ല. അതിനെ അപലപിക്കുന്നു. തീർച്ചയായും നിയമപാലകർ അപ്രകാരം ചെയ്ത വ്യക്തികൾക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. നല്ലേപ്പിള്ളി തത്തമംഗലം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ DYFI ജില്ലയിലുടനീളം സൗഹൃദ കാരൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിനിടെ സ്കൂളിൽ പുൽക്കൂട് തകർത്ത സംഭവത്തിൽ BJPയും ഇന്ന് പ്രതിഷേധം നടത്തും. രണ്ടിടത്തെ അക്രമ സംഭവങ്ങളിലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. അധ്യാപകരുടെയും PTA ഭാരവാഹികളുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. 24 പാലക്കാട്.